കഴിഞ്ഞ 22 വർഷമായി ചെടികളുമായി പ്രണയത്തിലായിരുന്ന ഓമന ചേച്ചിയാണ് ഇന്ന് മെട്രോ 7 ന്യൂസിലെ അതിഥി. സമീപ പാടശേഖരങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്താലും ഓരുവെള്ളത്താലും നാശം വിതച്ചപ്പോഴും ഓമന ചേച്ചി തൊട്ടതെല്ലാം പൊന്നായിരുന്നു. തലയാഴം ഉല്ലല സ്വദേശി ഓമന സജിക്ക് പിന്തുണയായി ഭർത്താവും പ്രദേശവാസികളും ഒപ്പമുണ്ട്. കേൾക്കാം നമുക്ക് ഓമന ചേച്ചിയുടെ വിശേഷങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനവും ഓരുവെള്ളവും വിളനാശം വരുത്തുമ്പോൾ കഴിഞ്ഞ 26 വർഷമായി നെൽകൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് തലയാഴം ഉല്ലല തൈപ്പറമ്പിൽ ഓമന സജി. 1.5 ഏക്കറിലാണ് ഓമനയ്ക്ക് നെൽകൃഷി. കഴിഞ്ഞ തവണ 26 കിൻഡൽ നെല്ലാണ് ഓമന കൊയ്തത്. കൃഷിക്കായി നിലമൊരുക്കൽ, നടീൽ, വളമിടൽ തുടങ്ങി കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ഓമനയാണ് മുൻകൈയെടുക്കുന്നത്. നെൽകൃഷിക്ക് പുറമെ 60 സെന്റ് സ്ഥലത്ത് പച്ചക്കറി, വാഴ, കപ്പ, ചേന, ചേമ്പ് എന്നിവയും ഓമന കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയിൽ തന്റെ പിൻബലമായിരുന്ന മാതാവ് ഭാരതിയുടെ പേരിൽ തലയാഴം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പ്രോത്സാഹനത്തിൽ ഉല്ലലയിൽ പൂച്ചെടി, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവ ഉൾക്കൊള്ളിച്ച് നഴ്സറിയും പ്രവർത്തിച്ചു വരുന്നു. ചെറുപ്പനാളിൽ മുതല് കൃഷിയോട് വലിയ താല്പര്യമാണ്. ഇപ്പൊ ഈ നഴ്സറി ചെടികളോട് 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ജൈവ കൃഷിയാന്ന് വെച്ചാൽ നമ്മളുടെ ഇതിലെ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഒരു പച്ചക്കറി നടുന്നതിനായിട്ട് നമ്മൾ സാധാ ന്യൂസ് പേപ്പറും ചാണകപ്പൊടിയും മാത്രം മതി. നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കുക ആരും ഒരിക്കലും വിറ്റ് കാശ് വാങ്ങിക്കുകയോ തീ കത്തിച്ച് കളയുകയോ ചെയ്യാൻ പാടില്ല. ന്യൂസ് പേപ്പർ കുറച്ച് സമയം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച ശേഷം കുതിർന്ന ശേഷം 2-3 പ്രാവശ്യം മുക്കുകയും ചെയ്ത് വെച്ചു അത് എടുക്കുക, ഒരു തട്ടിട്ട് വീണ്ടും ഒരു തട്ട് ചാണകപ്പൊടി ഇടുക, വീണ്ടും ഒരു തട്ടിട്ട് വെച്ചു ഏതെങ്കിലും ചെടി വയ്ക്കുക, ശകലം മണ്ണ് മേലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അധികമായിട്ട് ഇടണ്ട. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 22 ദിവസമാകുമ്പോൾ വീണ്ടും ചാണകപ്പൊടിയോ ഇച്ചിരി വേപ്പും പിണ്ണാക്കോ ഇടുക. പഞ്ചായത്തിൻ്റെ സർവ്വവിധ പിന്തുണയും ഈ സംരംഭത്തിന് ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ ഒരു പുതിയ സംരംഭമൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലൊന്നും പതറാതെയും തളരാതെയും ഒക്കെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു വ്യവസായ നടത്തിപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു പ്രതിബദ്ധതയാണ്, വലിയൊരു ത്യാഗം അതിൻ്റെ പിന്നിലുണ്ട്. ഭർത്താവ് സജി, കൃഷി ഓഫീസർ രേഷ്മ ഗോപി, പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് പി ദാസ്, വാർഡ് മെമ്പർ കൊച്ചുറാണി തുടങ്ങിയവരാണ് ഓമനയ്ക്ക് ഇന്ന് പിൻബലം. നല്ലൊരു രീതിയിൽ ഈ ഒരു ഭാരതീസ് കൃഷിക്കൂട്ടം ഗാർഡൻ ആൻഡ് നഴ്സറി നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു വരുമാനം ഉണ്ടാക്കട്ടെ. തലയാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിൻ്റെ ഒരു കയ്യൊപ്പ് കൂടി പതിയാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.